തിരുവനന്തപുരം കല്ലമ്പലത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം. ബസ്സിലുണ്ടായിരുന്നത് തൃശൂർ കൊടകര MBA കോളേജിലെ 40ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും. നിരവധി പേർക്ക് പരിക്ക്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിർണായകം. ജാമ്യാപേക്ഷയിൽ തിരുവല്ല കോടതി വിധി പറയും. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്ന് പ്രതിഭാഗം. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന് SIT. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു നൽകിയ അപ്പീൽ ഇന്ന് കോടതിയിൽ. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വാദം കേൾക്കും. നെടുമങ്ങാട് കോടതി വിധിച്ച 3 വർഷം തടവ് ശിക്ഷ റദ്ദാക്കണമെന്നാണ് ആവശ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ KP ശങ്കർദാസിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. ആശുപത്രി സെല്ലിലേക്കോ ജയിലിലേക്കോ മാറ്റുന്ന കാര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതി തീരുമാനമെടുക്കും. ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠര രാജീവരുടെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് കോടതിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രധാനമന്ത്രി ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. ബംഗാളിലെ ഹൗറയിൽ നിന്ന് അസമിലെ ഗുവാഹത്തി വരെ ആദ്യ സർവീസ്. മാൾഡയിൽ തന്നെ നടക്കുന്ന പൊതുചടങ്ങിൽ മോദി പങ്കെടുക്കും. 3250 കോടിയുടെ റെയിൽ റോഡ് പദ്ധതികൾക്കും തറക്കല്ലിടും. ഗ്രീൻലാൻഡ് കൈയടക്കാനുള്ള തീരുമാനത്തെ എതിർക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ തീരുമാനങ്ങളെ എതിർത്താൽ അധിക ചുങ്കം ചുമത്തുമെന്ന് മുന്നറിയിപ്പ്. ട്രംപിന്റെ ഭീഷണി US സൈനിക നടപടികൾക്കെതിരെ യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വന്നതിന് പിന്നാലെ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ ഡർബി. യുണൈറ്റഡ് സിറ്റി ടീമുകൾ ഏറ്റുമുട്ടും. മത്സരം വൈകിട്ട് 6 ഓൾഡ് ട്രാഫോർഡിൽ. ആഴ്സണൽ, ലിവർപൂൾ, ചെൽസി ടീമുകളും ഇന്ന് കളത്തിൽ.